ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ഡബിൾ ഡെക്കർ യാത്ര നടത്താം. കുറേ നാളായി ആഗ്രഹിക്കുന്നു ഡബിൾ ഡെക്കർ ബസ്സിൽ കയറി തിരുവനന്തപുരം സിറ്റി മുഴുവൻ ഒന്ന് കറങ്ങണമെന്ന്. പക്ഷേ ഇന്നാണ് അതിനുള്ളൊരു അവസരം കിട്ടിയത്. വൈകിട്ട് 3 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ബസ്സിൻ്റെ സമയം. 3 മണിക്കത്തെ സർവീസ് കയറാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം വെച്ചാൽ ഭയങ്കര വെയിലാണ്. മേഖലയിലിരിക്കുന്നതിന് ഭയങ്കര ചൂടുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ആസ്വാദന ശേഷി നഷ്ടപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് കാരണം ഒരു 6 മണിക്ക് ശേഷം ബസ്സിൽ കയറുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇതിൻ്റെ റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുകളിലിരിക്കുന്നതിന് 200 രൂപയും താഴെ 100 രൂപയാണ്. താഴെ 100 രൂപ കൊടുത്ത് കയറിയിട്ട് ഒരു കാര്യമില്ല. അത് കാരണം മുകളിൽ തന്നെ കയറിയിരിക്കാൻ നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇതിൻ്റെ ബുക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൺലൈനുണ്ട്. ഓൺലൈനിൽ നമുക്ക് ടിക്കറ്റ് സ്പോട്ടിലുണ്ടെങ്കിൽ നമുക്ക് സ്പോട്ടിലും നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ഞാൻ സ്പോട്ടിലാണ് ടിക്കറ്റ് എടുത്തത്. കാരണം വെച്ചാൽ ഞാൻ 4 മണിയുടെ സർവീസിലാണ് കയറിയത്. ആ സമയത്ത് തിരക്കൊക്കെ വളരെ കുറവായതുകൊണ്ട് എനിക്ക് സ്പോട്ടിൽ തന്നെ ടിക്കറ്റ് കിട്ടി. പുത്തരിക്കണ്ട മൈതാനമാണ് കാണാൻ കഴിയുന്നത്. ഏറ്റവും കൂടുതൽ സമ്മേളനങ്ങൾക്ക് വേദിയാകുന്ന ഒന്നാണ് പുത്തരിക്കണ്ട മൈതാനം. ഇത് മുൻകാലങ്ങളിൽ നെൽപ്പാടമായിരുന്നു. ഇവിടെ വിളയുന്ന ബസ്സിൻ്റെ റണ്ണിങ് ഡ്യൂറേഷൻ നോക്കുവാണെങ്കിൽ 1.5 മണിക്കൂറാണ് എടുക്കുന്നത്. ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് ആരംഭിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രം, നിയമസഭ, പാളയം, സെക്രട്ടേറിയറ്റ്, കവടിയാറ്, മ്യൂസിയം, സൂ വഴി നേരെ എയർപോർട്ടിൽ ചെന്ന് അതുവഴി ശംഖുമുഖം, ലുലുമാൾ വഴി തിരിച്ച് ഈസ്റ്റ് ഫോർട്ടിൽ തന്നെ വരുന്നു. ഇതാണ് ഈ യാത്രയുടെ ഒരു ഏകദേശ രൂപം. ഈ യാത്ര നമുക്ക് കൂടുതൽ ആസ്വദിക്കണമെങ്കിൽ വൈകുന്നേരം സമയങ്ങളിൽ കയറുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാണ് ലൈറ്റിങ്ങും എയർപോർട്ടിൻ്റെ ലൈറ്റിങ്ങും എല്ലാം നമുക്ക് വളരെ അടിപൊളിയായിട്ട്, പിന്നെ വെയിലിൻ്റെ ആ ഒരു പ്രശ്നമില്ല. അങ്ങനെ പല ഇതുകൊണ്ട് വൈകുന്നേരം യാത്ര ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഈ വണ്ടിയിൽ നമുക്ക് സ്നാക്സും വെള്ളമൊക്കെ അവൈലബിൾ ആണ്. സ്നാക്സിന് 10 രൂപ, വെള്ളത്തിന് 10 രൂപ എന്നിങ്ങനെയാണ് റേറ്റ്. പിന്നെ ഈ വണ്ടിയിൽ നമുക്ക് പാട്ട് പാടാനും ഒക്കെ അവസരങ്ങളുണ്ട്. കണ്ടക്ടർ പിന്നെ നമുക്ക് ഓരോ സ്ഥലങ്ങളെ കുറിച്ചും വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അത് കാരണം നമുക്ക് വേറെ ഒരു ആവശ്യമില്ല. പിന്നെ നമുക്ക് പാട്ട് പാടാനും എല്ലാ അവസരങ്ങളുണ്ട്. അന്താക്ഷര കളി. പിന്നെ ഈ ബസ്സിൽ ഉള്ള ഫുള്ള് കേരളത്തിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ഉള്ളവരാണ്. എല്ലാ 14 ജില്ലയിൽ നിന്നും ഉള്ളവരുണ്ട്. പിന്നെ ഈവൻ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ വരെ. ഈ ബസ്സിൽ തന്നെ പൂനെയിൽ നിന്നുള്ള 2 പേരുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റ് ആണ്. നമ്മുടെ മുഖ്യമന്ത്രിയുടെയും വകുപ്പ് മന്ത്രിമാരുടെ ഓഫീസാണ് കാണുന്നത്. ഈ ഇടതുവശത്ത് കാണുന്നതാണ് സെക്രട്ടേറിയറ്റ് മന്ദിരം. ഇവിടെയാണ് മന്ത്രിമാരുടെയൊക്കെ ഓഫീസ്. ഇവിടെ പല സമരങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് CPO, വനിതാ CPOയുടെ സമരവും ആശാ വർക്കർമാരുടെ സമരമൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. പല സമരങ്ങൾ ഇവിടെയുണ്ട്. ഈ പ്രതിമയാണ് അവിടെ അല്ല, ഇടതുവശം, ലെഫ്റ്റ് സൈഡ്. നിങ്ങളുടെ ഇടതും വലതും ശ്രദ്ധിക്കണം. ഞാൻ എങ്ങനെ നിന്നാലും നിങ്ങളുടെ സൈഡിലേക്കായാലും പറയുക, ശ്രദ്ധിക്കണം. ആ ഇടതുവശത്ത് കേരള യൂണിവേഴ്സിറ്റി കോളേജാണ്. നമ്മുടെ ഗായകനായിട്ടുള്ള NG ശ്രീകുമാർ സാറൊക്കെ പഠിച്ച ഇവിടാണ്. ചാർജ് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ഒരു നിങ്ങളുണ്ടോ കുട്ടികളെ തല്ലുന്നതിന് വേണ്ടിയിട്ട് കമ്മീഷണർ വേണ്ടോ? വേണ്ട. ആ രംഗങ്ങളൊക്കെ ചിത്രീകരിച്ച അവകാശമുണ്ട്. ആ ഗേറ്റിൽ നിന്നുള്ള കാണും വശത്തായിട്ട് പട്ടം താണുപുള്ളിയുടെ പ്രതിമയാണ് കാണാൻ കഴിയുന്നത്. കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രിയും ആന്ധ്ര, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലെ ഗവർണറുമായി സേവനമനുഷ്ഠിച്ച ഇദ്ദേഹം രാഷ്ട്രീയത്തിലെ കുലപതി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തൊട്ട് ഇടതുവശത്തായി മുൻകാലങ്ങളിൽ BJT ഹാൾ എന്നറിയപ്പെട്ടിരുന്ന നിലവിൽ അയ്യങ്കാളി ദേവസ്വം ബോർഡ് വിനായക ക്ഷേത്രം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അമ്പലവും മുസ്ലിം പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും ഈ 3 നമുക്ക് ഒരുമിച്ച് കാണാൻ കഴിയും. ഇത് കേരളത്തിൽ ഒരിടത്തും ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ നമുക്ക് സാധിക്കത്തില്ല. ഈ ഇടതുവശത്ത് കാണുന്നതാണ് രക്തസാക്ഷി മണ്ഡപം. ഈ വലതുവശത്ത് കാണുന്നതാണ് പാളയം ചർച്ച്. ഈ ചർച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ആകാശ കാഴ്ചയിൽ കുരിശിൻ്റെ ആകൃതി എന്നാണ് കണ്ടക്ടർ പറഞ്ഞത്.
ശംഖുമുദ്ര പതിപ്പിച്ച നിലവിലെ രാജകുടുംബാംഗങ്ങൾ വസിക്കുന്ന 3 നിലകളിലായി 110 മുറികളുള്ള തടിയിൽ തീർത്ത ഏറ്റവും വലിയ കെട്ടിടമാണ് കവടിയാർ കൊട്ടാരം. അവിടെ മരം കണ്ടോ? ഇപ്പൊ എല്ലാവർക്കും കാണാൻ കഴിയും. മുമ്പ് ഇരിക്കുന്നവരും കാണാം. കണ്ടില്ലേ? ബസ് വീണ്ടും അംബാനിയുടെ വീടിൻ്റെ ഷേപ്പുള്ള ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലെത്തി. ബസ് ഇനി നേരെ പോകുന്നത് എയർപോർട്ട് ശംഖുമുഖം വഴി ലുലുമാളിലേക്കാണ്. അവിടുന്ന് നേരെ തിരിച്ച് ഈസ്റ്റ് ഫോർട്ടിലേക്ക് വരും. ബസ് അങ്ങനെ മൂവ് ചെയ്യുകയാണ്. ഈ കാണുന്നതാണ് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട്. കേരളത്തിലെ ആദ്യത്തെ എയർപോർട്ടാണ് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫും ലാൻഡിങ് എല്ലാം നമുക്ക് വളരെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും ഈ ബസ് യാത്രയിൽ. ഇപ്പോൾ നമുക്ക് ഒരു ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫ് നമുക്ക് കാണാം. ഞാനത് ചിത്രീകരിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഫ്ലൈറ്റിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്നത്. ഹാങ്ങർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ ഒരു ഫ്ലൈറ്റ് ഉണ്ട്, നമുക്ക് ആ പോകുന്ന വഴിക്ക് കാണാം. പക്ഷേ ക്യാമറയിൽ അത് കറക്റ്റായിട്ട് കാണത്തില്ല. ഒരു ഫ്ലൈറ്റ് അവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാണാം, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ട്. എയർപോർട്ടിൻ്റെ റൺവേ ലക്ഷ്യമാക്കി ബസ് നീങ്ങുകയാണ്. റൺവേക്ക് ചുറ്റിനും പോയിട്ട് ശംഖുമുഖത്തേക്കാണ് ബസ് പോകുന്നത്.
ബസ് ശംഖുമുഖത്ത് എത്തിയിരിക്കുകയാണ്. ഇടതുവശത്തായി ഒരു അമ്പലം കാണാം. വലതുവശത്താണ് ശംഖുമുഖം ബീച്ച്. ഇനി ബസ് ഇവിടുന്ന് തിരിച്ച് നേരെ ലുലു മാളിലേക്ക് പോകുന്നില്ല. ടാറിങ് നടക്കുന്നതുകൊണ്ട് അവിടുന്ന് തിരിഞ്ഞ് കിഴക്കേക്കോട്ടയിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇടതുവശത്തൊരു ദേവീക്ഷേത്രം കാണാം. ഇനി ഇവിടുന്ന് തിരിഞ്ഞ് ലുലു മാൾ റൂട്ട് വഴി പോയി ലുലു മാളിൽ കയറുന്നില്ല, അവിടെ ടാറിങ് നടക്കുന്നതുകൊണ്ട് അത് കഴിഞ്ഞ് തിരിച്ച് നേരെ കിഴക്കേക്കോട്ടയിൽ ചെല്ലുകയാണ് ചെയ്യുന്നത്. വീണ്ടും എയർപോർട്ടിൻ്റെ റൺവേ ലക്ഷ്യമാക്കി ബസ് നീങ്ങുകയാണ്. പോകുന്ന വഴിക്ക് ഒരു ഫ്ലൈറ്റിൻ്റെയും കൂടെ ടേക്ക് ഓഫ് നമുക്ക് കാണാം. ലാൻഡിങ് മാത്രം കാണാൻ സാധിച്ചില്ല. അത് ബസ് ഒരു 2-3 മിനിറ്റ് താമസിക്കുമായിരുന്നെങ്കിൽ ലാൻഡിങ്ങും കൂടെ കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ലാൻഡിങ് മാത്രം കാണാൻ സാധിച്ചില്ല. 2 ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫ് കാണാൻ സാധിച്ചു. ഇപ്പോൾ ഞാൻ ഒരു ടേക്ക് ഓഫും കൂടെ കാണാം.
അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മുടെ യാത്ര അവസാനിച്ച് കിഴക്കേക്കോട്ടെ തന്നെ വന്നു. ബസ്സിൻ്റെ താഴത്തെ ഭാഗം കാണാം. താഴത്തെ ഭാഗത്തിലോട്ട് പോവുകയാണ്. ഒരു ഡോറുണ്ട്. ഇതാണ് ബസ്സിൻ്റെ ആദ്യത്തെ ഭാഗം. ഇവിടുന്ന് എക്സിറ്റ് ചെയ്യണം. ഇതാണ് ഡ്രൈവറിൻ്റെ ക്യാബിൻ.